കഷ്ടപ്പെടുന്നു പെൺപിള്ളേർ. ആ പെണ്ണ് ജോലിക്ക് പോയാണ് ജീവിക്കുന്നത്. അവൻ കണ്ട്രാക്കെന്ന് പറഞ്ഞ് കയറി ഇരിക്കും, കുടിച്ചു കൂത്താടി വന്നു. എത്രയോ മക്കള് മരിക്കും വരെ വീട്ടില് പഴക്കവും അടിയും എന്നുവെച്ചാൽ ഫോണിൽ തന്നെ നമ്മൾ കാണുന്ന. എനിക്കൊരു മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. ഫോണിന്റെ എഡിറ്റിൽ കാണുമ്പോൾ ദേഷ്യമാണ് പറഞ്ഞത് എന്ന്. അപ്പോഴൊക്കെ എനിക്ക് പേടിയാവുന്ന തോന്നുന്നത്. എത്രയോ മക്കളിങ്ങനെ വീട്ടില് പ്രശ്നങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അമ്മയോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിനോട് എങ്ങനെ രാത്രിയായ പിള്ളേർക്ക് ഉറക്കമല്ല. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാരിന്റെ ഒരുപാട് സംരംഭങ്ങളിൽ ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. അത് വളരെ വിജയകരമായിട്ട് സംസ്ഥാനത്ത് മുന്നേറുകയാണ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാനിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് കേരളക്കാർക്ക് നന്നായിട്ട് അറിയാം. അതായത് യുവതലമുറകളെ ഈ ഒരു കഞ്ചാവ്, മയക്കുമരുന്ന് എന്നീ വസ്തുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ. അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുകയാണ്. എന്തായാലും കേരളത്തിലെ അമ്മമാര് അവരെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ തൂഫാനെ സ്വീകരിച്ചിരിക്കുന്നത്? ഒരുപാട് കുട്ടികളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിലെ അമ്മമാർ എങ്ങനെ ഇതിനെ സ്വീകരിക്കുന്നു, അവരെന്താണ് പറയാനുള്ളത് ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട്? കുറച്ച് അമ്മമാരുടെ പ്രതികരണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് തന്നെ. ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരെല്ലാം അത് തന്നെ. 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേരെ വീട്ടിൽ കാണൂല. നമ്മൾ വല്ലതും പറഞ്ഞെങ്കിൽ അവർക്ക് ദേഷ്യമാണ്, എടുത്തടിച്ചതുപോലെ ദേഷ്യം. നമ്മുടെ അയൽവക്കത്തൊരു ചെറുക്കയുണ്ട്, 24 മണിക്കൂർ പാവമാണ്. 2 പെൺപിള്ളേര്, കഷ്ടപ്പെടുന്നു പെൺപിള്ളേര്. ആ പെണ്ണ് ജോലിക്ക് പോയാണ് ജീവിക്കുന്നത്. അവൻ കണ്ട്രാക്കെന്ന് പറഞ്ഞ് കയറി ഇരിക്കും, കുടിച്ചു കൂത്താടി വന്നു. ഒരു വീട് കിടക്കണ കണ്ട കഷ്ടം. പിന്നെ അയൽവക്കത്തുള്ള പിള്ളേരെയും കൂടെ വിളിച്ചു നശിപ്പിക്കും. അങ്ങനെ ഞാൻ ചെന്ന് ഇന്നാളൊരു ദിവസം വഴക്ക് പറഞ്ഞ്, 2 പെണ്ണാണ് നിനക്കിരിക്കുന്നത്, നീ നല്ലപോലെ സൂക്ഷിക്കണം, ഈ വീടൊക്കെ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞ്. ആര് കേൾക്കാൻ? അഴുക്ക ഒന്നും കേൾക്കൂല. ആ നാട്ടുമ്പുറത്ത് മലയും കീഴ് ചീനികളെന്ന സ്ഥലത്തെ കാര്യമാണ് ഞാൻ പറയണേ. ഒരു നല്ല ആമ്പിള്ളേരായിരുന്നു അവിടെ, കൊച്ചു പിള്ളേർ, 10-20 വയസ്സൊക്കെ ഉള്ള, നല്ല ജോലി ചെയ്ത് കുടുംബം നോക്കിക്കൊണ്ട്. ആ 2-3 ചെറുക്കന്മാരിങ്ങനെ പിടിച്ച് ബീഡിയും വലിച്ച്, എന്തൊരു ബീഡിയെന്ന് എനിക്കറിഞ്ഞൂടാ, അത് കണ്ടിട്ടില്ല. പക്ഷെ മണമുണ്ട് ഈ ചാരായത്തിൻ്റെയൊക്കെ. ചാരായോ എന്തൊക്കെയാ, ഭയങ്കര നാറ്റമാണ് ശവത്തുകൾ അടുത്ത് വരുമ്പോ. എത്ര പറഞ്ഞാലും കേൾക്കൂല. അത് പറയാൻ കുഞ്ഞെ, പണ്ടത്തെ കാലത്തൊന്നും ഇല്ലാതിരുന്ന സാധനങ്ങളാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് വ്യാപകം എല്ലായിടത്തും. നാട്ടുംപുറത്തും റബ്ബർ എസ്റ്റേറ്റുകളിലും ഒക്കെയാണ് കൂടുതൽ. ഈ റബ്ബർ എസ്റ്റേറ്റ് ഉള്ളവർക്കെല്ലാം സൂക്ഷിക്കുന്ന എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ 50 ഏക്കർ റബ്ബർ എസ്റ്റേറ്റാണ്. അവിടെ ഒരു നേരം ആവുമ്പോ എല്ലാം അവിടെ തമ്പടിക്കും. എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റൂലേ കുഞ്ഞു. നമ്മൾ ഈ വഴി പോകുമ്പോ അങ്ങോട്ട് ഇറങ്ങി പോണതും ചെറുക്കന്മാര് വീട്ടിൽ സമയത്തിന് വരാത്തതുമാണ് നമുക്ക് പ്രശ്നം. സർക്കാർ ഒരുപാട് മക്കളെ രക്ഷപ്പെടുത്തും. അതെ. അങ്ങനെയെങ്കിലും നന്നാവണമെങ്കിൽ നന്നാവട്ടെ. അതെ. എനിക്കാണെങ്കിൽ 10-25 വയസ്സ് കഴിഞ്ഞതാണ്. ഞാൻ അവിടെ ജനിച്ചു വളർന്നത് ഇവിടെയാണെങ്കിലും അവിടെ നല്ല സഹവാസമാണ്. അപ്പോൾ വീടെല്ലാം വെച്ച് നമ്മൾ കുറേ വർഷം കൊണ്ട് അവിടെ തന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ച് വീടൊക്കെ വെച്ച് എല്ലാം. ഒരു നല്ല പിള്ളേരെല്ലാം ഇപ്പം വഴിപഴിച്ചു പോയി. നല്ല കുട്ടികളായിരുന്നു, നല്ല പഠിക്കാനില്ലാതെ വല്ല വർക്ക്ഷോപ്പിലൊക്കെ പോയി പണിയെടുക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഒന്നുമേ ഇല്ല. ഇപ്പം ഇത് തന്നെ ജോലി. അല്ല, വെള്ളനാട്. ഇപ്പൊ സന്ധ്യ ആവുമ്പോ അങ്ങ് പോകും. ആ എസ്റ്റേറ്റിന്റെ നടുക്ക് സീറ്റ് അടിക്കാൻ ഒരു വീടുണ്ട്, അവിടെ ഇരിക്കുമോ അതേ മറ്റേ കുടിയന്റെ വീട്ടിൽ ഇരിക്കുമോ എന്ന് അറിഞ്ഞൂടാ. ഞാൻ രാത്രി ടോർച്ചും കൊണ്ട് നടന്ന് വഴക്കുണ്ടാക്കും. ഇവിടെ ഞാൻ ഇപ്പം പോലീസിനെ വിളിച്ചു. പ്രദേശത്താണ് ശല്യം, വേറെ ശല്യമൊന്നുമില്ല. അവരവിടെ ഇരുന്ന് വീട്ടിലുള്ളവർക്ക് കഷ്ടമല്ലേ മോളെ. സന്ധ്യ ആവുമ്പോ 2 പെൺപിള്ളേരൊക്കെ ഉള്ളവർക്ക് ഭയങ്കര കഷ്ടപ്പാടല്ലേ. 2 പെൺപിള്ളേരും പ്രായമായ ചെക്കൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ എല്ലാം വീട്ടിൽ വയ്യാതെ കിടക്കണ വൃത്തകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെയാണ് സംഭവം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇതൊന്നും അറിഞ്ഞേകൂടാ. ഒരു ബീഡി പോലും കുടിക്കാത്ത എൻ്റെ ഒരു ബന്ധു പയ്യെ 24 മണിക്കൂർ ഇതാണ് ഈ കൂട്ട്.
അപ്പൊ എന്തായാലും സർക്കാർ ഒരുപാട് പിള്ളേരെ രക്ഷിക്കട്ടെ. അതെ, രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശരി. മയക്കുമരുന്നിനെതിരെ നമ്മുടെ സർക്കാർ ഒരു പോരാട്ടം നടത്തുന്നുണ്ട്. അപ്പൊ ഒരുപാട് കുട്ടികൾ ഈ മയക്കുമരുന്നിനൊക്കെ അടിമകളാണ്. ഒരു അമ്മ എന്ന രീതിയിൽ അതിനെങ്ങനെ കാണുന്നത്? സർക്കാരിന്റെ ഒരു സംരംഭത്തെ നമ്മുടെ പിള്ളേരെയൊക്കെ മയക്കുമരുന്നിലൂടെ രക്ഷിക്കാൻ പറ്റുമല്ലോ അല്ലേ? സർക്കാരിന്റെ നല്ലൊരു അല്ലേ? എങ്ങനെ വിലയിരുത്തുന്ന ആ ഒരു പോരാട്ടത്തെ മയക്കുമരുന്ന്? തമിഴാണ് എനിക്ക് മയക്കുമരുന്നിനെതിരെ നമ്മുടെ സർക്കാർ ഒരു വലിയ പോരാട്ടം നടത്തുന്നുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു അമ്മ എന്ന രീതിയിൽ അതിനെങ്ങനെ പ്രതികരിക്കും? നമ്മുടെ പിള്ളേരൊക്കെ ഈ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുന്നു, ഒരുപാട് പേര് നശിച്ചു പോകുന്നു. അപ്പൊ അവരെ രക്ഷിക്കാനുള്ള ഒരു സംരംഭമാണ്. അപ്പൊ എങ്ങനെ അതിന്റെ വിലയിരുത്തുന്നു? നല്ലതാണ്. ഇപ്പോഴത്തെ ജനറേഷന് ഈ ഒരു ഇത് ഓക്കെയാണ്. എന്ന് വെച്ചാല് പറയാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ കാലങ്ങൾ പോക്ക് അതല്ല. പക്ഷെ ഇത് ഇപ്പൊ നല്ല സംഭവം. അങ്ങനെ ഈ തലമുറയ്ക്ക് ഒരുപാട് മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ നശിച്ചു പോകുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ കാണുമ്പോൾ? ഓഫ്കോഴ്സ് ഒരുപാട് 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 ആശങ്കയുണ്ടോ നമ്മുടെ മക്കളൊക്കെ ഇനി ഈ സമൂഹത്തിൽ ഒത്തിരി ഒത്തിരി ഒരു അമ്മ എന്ന രീതിയിൽ ആശങ്കയുണ്ട്? ഉണ്ട് ഒരുപാട്. ഉണ്ട്. അപ്പൊ സർക്കാർ ഈ ഒരു സംരംഭത്തെ എങ്ങനെ വിലയിരുത്തുന്നത്? നല്ല കാര്യം തന്നെയാണ്. നല്ല കാര്യം. തീർച്ചയായും. മുന്നോട്ട് പോട്ടെ. അതെ അതെ അതെ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി തുടങ്ങിയത്. നല്ല കാര്യം തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ സർക്കാർ വന്നതിന് ശേഷം ഈ ഒരു നടപടി കൊണ്ടുവന്നത് നല്ലത് തന്നെയാണ്. നമുക്ക് നല്ല ഭയമുണ്ട്, നമ്മുടെ മക്കൾ എങ്ങനെ ആയി തീരുമെന്ന് നമുക്ക് നല്ല ഭയമുണ്ട് ഇതിനെ പറ്റി. നമ്മളെ മക്കളൊക്കെ ഈ ഒരു സമൂഹത്തിൽ അതെ അതെ വളരെയുണ്ട്. അപ്പോ ഇങ്ങനെ പോകെ ഒരുപാട് മാറ്റം വേണം. ഇനിയും മാറ്റം സംഭവിക്കും. നല്ലൊരു പോരാട്ടം. അതെ അതെ അതെ. എങ്ങനെയാണ് ഈ ഒരു മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തെ ഓപ്പറേഷൻ തൂഫാൻ നല്ലതാണ് ഇപ്പൊ ചെയ്യുന്നത്, കാര്യങ്ങൾ ചെയ്യുന്നത്. സംരംഭത്തെ പറ്റി കേട്ടിരുന്നോ? കേട്ടിരുന്നു. എന്ത് തോന്നുന്നു? എങ്ങനെ നല്ലതാണ്. ഈ തലമുറയൊക്കെ എത്രയോ മക്കള് വീട്ടില് പഴക്കവും അടിയും എന്നുവെച്ചാൽ ഫോണിൽ തന്നെ നമ്മൾ കാണുന്ന. എനിക്കൊരു മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. ഫോണിന്റെ എഡിറ്റിൽ കാണുമ്പോൾ ദേഷ്യമാണ് പറഞ്ഞത് എന്ന്. അപ്പോഴൊക്കെ എനിക്ക് പേടിയാവുന്ന തോന്നുന്നത്. എത്രയോ മക്കൾ ഇങ്ങനെ വീട്ടിൽ പ്രശ്നങ്ങളും മാതാപിതാക്കൾ പറയണ കേൾക്കാത്തത്. ഒന്നാമത്തത് ഫോണ് കണ്ടാണ് അവർ വഴിതെറ്റി പോകുന്നത്. എൻ്റെ മോനും ഗെയിം കളിക്കും. അപ്പൊ വിളിക്കപ്പോഴാണെങ്കിൽ ദേഷ്യപ്പെടും. അപ്പോഴെനിക്ക് പേടിയാണ്. അയ്യോ അപ്പോൾ ഞാൻ പറയും ഫോണെടുത്ത് ഞാൻ ഒരെണ്ണത്തിന് തല്ലി പൊട്ടിച്ച് എറിഞ്ഞിട്ടവരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ എടുത്തോണ്ട് പോയി ഞാൻ എവിടെ വെച്ചാലും അവ എടുക്കും. അപ്പം ഞാൻ പറയും കുറച്ച് മക്കളെ 10 മിനിറ്റ് കാണും, അധികം കാണപ്പോൾ പിന്നെ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പം പഠിക്കൂലായിരുന്നു. അപ്പൊ ഇപ്പം നല്ല വിജയത്തോടെയാണ് +2 പാസ്സായത്. അപ്പോൾ പരീക്ഷയ്ക്കാണെങ്കിൽ 1 മിനിറ്റ് പോലും പുസ്തകം എടുക്കണം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു മക്കളെ +2 കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ ഫോൺ വാങ്ങിച്ചു തരാം, പിന്നെ നീ ഇഷ്ടം പോലെ കണ്ടോ എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോൾ അമ്മ ഞാൻ പഠിക്കും. പക്ഷെ എന്നാൽ നല്ല മാർക്കോടെ വിജയിച്ചു. അപ്പോൾ ഓരോ മക്കളും വഴിതെറ്റി പോകാൻ നല്ല ജീവിക്കണമെന്നാണ്. എനിക്കൊരു മോനുണ്ട്, എല്ലാ മക്കളും അങ്ങനെ ആവട്ടെ എന്നാണ്. നമ്മളെ സമൂഹത്തിൽ ഒരുപാട് കൊലപാതകങ്ങൾ, അത് അച്ഛനെയും അമ്മയൊക്കെ കൊലപ്പെടുത്തുന്നത് ഈ മയക്കുമരുന്ന് ബോധമില്ലാതെ അതും ഇവർക്ക് എന്താണെന്ന് അറിയില്ല. ഇത് കഴിക്കുമ്പോ അമ്മയാണോ അച്ഛനാണോ സഹോദരിയാണോ ഒന്നും അറിയത്തില്ല അവർക്ക്. അതാണ് ബോധമില്ല. ഇന്നത്തെ ജനറേഷന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം അതാണ്. തിരിച്ചറിയാൻ പറ്റുന്നില്ല, സമൂഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അമ്മയെ അറിയുന്നില്ല, അച്ഛനെ അറിയുന്നില്ല, ആങ്ങളമാര് പരസ്പര സഹോദരങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് ഇതൊന്നുമില്ല. അതുകൊണ്ട് ഭയം തന്നെയാണ്. പക്ഷെ ഇത് അങ്ങേയറ്റം ഭയങ്കര ആശ്വാസമാണ്. ഞങ്ങൾ അങ്ങേയറ്റം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും ഈ ഒരു സമയം. എങ്ങനെയാണ് സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാനെ വിലയിരുത്തുന്നത്? വളരെ നല്ല കാര്യമാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇതുപോലൊരു കാര്യം കൊണ്ടുവന്നതിന്. അതിന് സർക്കാർ മുൻകൈ എടുത്തു. ഉദാഹരണത്തിന് നമ്മളെ പെരുമ്പാവൂര് മലയാളികൾക്ക് അകത്ത് കയറി, ഒരു പോലീസിന് പോലും അകത്ത് കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ റെയ്ഡ് നടത്തി വളരെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ UDF സർക്കാരിന് എല്ലാവിധ ആശംസകളും. അച്ഛനാണ്. ആശങ്കയുണ്ടോ? നിങ്ങളെ കുട്ടികളൊക്കെ നാളെ ഈ സമൂഹത്തിൽ വളരേണ്ടവരാണ്. അപ്പൊ അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? തീർച്ചയായും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ വീട്ടിൽ നിന്നാണ് ആദ്യം പഠിപ്പിക്കേണ്ടത് ഓരോ കാര്യങ്ങളും. ഇത് തെറ്റാണ്. നമ്മുടെ മോളായാലും മോനായാലും നമ്മൾ ചെയ്യേണ്ടത് മക്കളെ ഇത് തെറ്റാണ്. ആ മോളടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ ആ കൊച്ചിനെ ടച്ച് ചെയ്യുമ്പോൾ ഏതാണ് മോശമായ ടച്ച്, ഇത് ആദ്യം തൊട്ട് എല്ലാം പഠിപ്പിക്കണം. സ്കൂളിൽ തന്നെ, നമ്മുടെ സ്കൂളിൽ ആവശ്യമില്ലാതെ മന്ത്രി വരുന്നതും MLA വരുന്നതും ഇതിനൊക്കെ 10, 15, 20 മിനിറ്റ് കുട്ടികളെ പിടിച്ചിരുത്തുന്നു.
ഇതിന് ഒരു 10 മിനിറ്റ് ക്ലാസ് എല്ലാ ക്ലാസ്സുകളിലും നടത്തണമെന്നാണ് ആഭ്യന്തരമന്ത്രി കാണുമെന്നറിയില്ല, എന്നാലും പറയുകയാണ്. സ്കൂളുകളിൽ നിന്ന് വേണം ആദ്യം തുടങ്ങാൻ. ഒരു 10 മിനിറ്റ് പീരീഡ് ഇതിനു വേണ്ടി തന്നെ വയ്ക്കുക എന്നാണ് പറയാനുള്ളത്. അമ്മ എന്ന രീതിയിൽ എങ്ങനെ വിലയിരുത്തുന്നു ഓപ്പറേഷൻ അമ്മ എന്ന രീതിയിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അത് എന്താ, നമ്മുടെ പോലെയുള്ള അമ്മമാർക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഇപ്പൊ ഈ ഒരു മാസത്തിനകം ഏതാണ്ട് ഒരു ഒതുക്കം മറ്റു യുവതലമുറകളിൽ വന്നതുപോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ സർക്കാർ വന്നതിൽ വളരെ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതിൽ വളരെ 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 ഒരമ്മയെന്ന നിലയിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ നമ്മളൊക്കെ കുറേയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇല്ലെങ്കിൽ എത്രയോ അമ്മമാരുടെ ജീവിതങ്ങളും ജീവനും പോയേനെ ഇല്ലേ? ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കുട്ടികളുടെ അച്ഛനാരാ അമ്മ ആരാണ്, അമ്മയോട് എങ്ങനെ പെരുമാറണം, അച്ഛനോട് എങ്ങനെ പെരുമാറണം, സമൂഹത്തിനോട് എങ്ങനെ രാത്രിയായ പിള്ളേർക്ക് ഉറക്കമില്ല, പാരാത്രി അടിച്ചുകൊണ്ട് വന്നിരുന്ന ബഹളങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മളെ പരിസരങ്ങളിൽ ഇഷ്ടംപോലെ കുറ്റങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഈ സർക്കാർ വന്നതിൽ എനിക്ക് തോന്നുന്നു ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൂടെ ആണെന്ന് തോന്നുന്നു. എന്തായാലും സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുപോകാൻ വളരെ 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 അതിന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു സമീപനമാണ് ഞാൻ സർക്കാരിനോട് പറയുന്നത്. വളരെ നല്ലത്. ഇനിയും ഇത് നല്ലതുപോലെ കുറച്ചുകൂടെ ഒരു ഇതായിട്ട് ഇത് വളരട്ടെ. പിള്ളേരെ നമ്മളെ യുവതലമുറ നല്ലതായി വളരട്ടെ. അത് പറയാണ്ട് വളരെ നന്ദിയുണ്ട്. വളരെ നന്ദി. ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ കഞ്ചാവൊക്കെ ഉപയോഗിച്ച് ഒരുപാട് യുവാക്കള് ഒരുപാട് ആക്രമണങ്ങൾ നടത്തും, അങ്ങനെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ആശങ്ക ഉണ്ടാന്ന് വെച്ചാൽ നമ്മളൊക്കെ ഏതാണ്ടൊക്കെ അനുഭവിച്ചാൽ നമ്മളെ വീട്ടിലൊന്നും അത്രത്തോളം ഒരു ഇത് വന്നിട്ടില്ല. പരിസരങ്ങളിലൊക്കെ ഭയങ്കര ഒരു ഇത്. എനിക്കും ഒരു മോനുണ്ട്, എൻ്റെ കൂട്ടുകാരന്മാരുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ കാരണം ഈ പിള്ളേര് വഴിതെറ്റി പോയാൽ പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും പറ്റത്തില്ല. ആര് പറഞ്ഞാലും അവര് ബോധപൂർവം ചെയ്യുന്നതും അല്ല. വീടുകളിൽ ഇതൊക്കെ അവരിത് ഉപയോഗിക്കാതിരുന്നുള്ള ഏറ്റവും നല്ല മക്കളുമാണ്. നമ്മുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞ ഒരു അമ്മയെന്ന ഒരു നിലയ്ക്ക് ഞാൻ പറയാണ്. പക്ഷെ ഇപ്പൊ ഇത് കൊണ്ടുവന്നതിൽ ഒരുപാട് ഒതുക്കമുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു മാസം കൊണ്ട് വളരെ സർക്കാരിന് എന്ത് പറയണമെന്ന്, എത്ര നന്ദി പറയണമെന്ന് അറിയത്തില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. അയ്യോ, രമേശ് ചെന്നിത്തല സാറിനും പിന്നെ ഈ സർക്കാരിനും വി ഡി സതീശൻ സാറിനും എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. ഇത് ഇനിയും തുടർന്നുകൊണ്ട് പോട്ടെ. വളരെ യുവതലമുറകളെ രക്ഷിക്കട്ടെ. അവര് നന്നായി വരട്ടെ. സാറ് ഇതിനൊരു കുറച്ചിൽ വരാതെ സർക്കാർ ഇരിക്കുന്നിടത്തോളം കാലം ഈ യുവതലമുറകളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് മയക്കുമരുന്നിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു പിതാവാണെന്ന് ഒരു അച്ഛനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്ത് തോന്നുന്നു, നമ്മുടെ യുവതലമുറയൊക്കെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള സംരംഭം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ നല്ല രീതിയിലുള്ള പോക്കാണ് പോകുന്നത്. വളരെ നല്ല രീതിയിലുള്ള പോക്കാണ് പോകുന്നത്. അയാളെ അപ്രീഷിയേറ്റ് ചെയ്യൂ. സംരംഭം കേൾക്കുന്നുണ്ട്. ആൾറെഡി ഐ ഹാഡ് ദ ന്യൂസ്. സർക്കാരിന്റെ നല്ലൊരു പരിപാടി സംരംഭമാണ്. ആണ്, അതെ. അയാളെ അപ്രീഷിയേറ്റ് ചെയ്യൂ. ഒരുപാട് യുവതലമുറയെ നമുക്ക് അതെ എൻകറേജ് ചെയ്യാൻ പറ്റും, സാധിക്കും. രക്ഷിക്കാൻ പറ്റും. അതെ അതെ ഒരു പിതാവെന്ന രീതിയിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അതെ 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 അതെ